ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലംതിങ്. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ് ആയ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, അതായത് ഗുണന സമവാക്യങ്ങൾ എന്ന പുതിയ യൂണിറ്റ് ആരംഭിക്കുകയാണ്. അപ്പം ആ യൂണിറ്റ് വളരെ എളുപ്പമാണ്, പക്ഷെ വളരെ ശ്രദ്ധിച്ചിരിക്കണം എന്ന് മാത്രം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന് വാക്ക് കേൾക്കുമ്പോൾ, പദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്. മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഐഡന്റിറ്റീസ് ഉണ്ട്. അത് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോഴ് ചില വലിയ കണക്കുകൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പ്രയാസമായി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടും. ഉദാഹരണമായിട്ട് 15 ഗുണം 8. ചിലർക്കെങ്കിലും അറിയാമായിരിക്കും ഇതിന്റെ ആൻസർ. 15 ഗുണം 8 120 അതിന് നമ്മളിവിടെ 15 ഗുണം 8 ഇങ്ങനെ എഴുതി താഴെ എഴുതി മൾട്ടിപ്ലൈ 8 5 40 ഇഷ്ടം 4 ഒരു 8 4 12 ഇങ്ങനെ ചെയ്യും. അതിലും എളുപ്പത്തില് ചില കുട്ടികൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 15നെ 10 5 ആക്കും. 10 ഗുണം 8 80 മനക്കണക്കായിട്ട് തന്നെ പറയാൻ കിട്ടും. 15ന് 5 ഗുണം 8 40 80 40 120. അപ്പൊ ഇങ്ങനെ എഴുതി ചെയ്യുന്നതിലും ചില കുട്ടികൾക്ക് ഇതാണ് എളുപ്പമായിട്ട് വരിക. അതായത് മനക്കണക്കായിട്ട് ഇത് ചെയ്യാൻ പറ്റും. 25 ഗുണം 12. അപ്പൊ 25 ഗുണം 12ന് 25 ഗുണം 12 എന്നൊരു ചോദ്യത്തില് ചില കുട്ടികൾ ഇങ്ങനെ എഴുതി ചെയ്യുന്നതിന് വരെ 25 ഇൻറ്റു 10 25 ഇൻറ്റു 10ഉം പിന്നെ 25ന് 12ല് 10 പോയി കഴിഞ്ഞാൽ ബാക്കി 2 ഉണ്ട് അല്ലെ. 25 ഗുണം 2 25 ഗുണം 10 എന്ന് പറയുന്നത് 250ഉം 25 ഗുണം 2 എന്ന് പറയുന്നത് 50. 250ഉം 50ഉം 300 എളുപ്പത്തിൽ മനക്കണക്കായിട്ട് പറയാൻ കഴിയും. ഇങ്ങനെയുള്ള രീതികളാണ് നമ്മൾ ഈ ലെസണിൽ ചെയ്യാൻ പോകുന്നത്. അതായത് ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യുന്ന രീതി. നമുക്ക് ആദ്യം റെക്റ്റാങ്കിളിന്റെ പരപ്പളവ് എന്ന എക്സാമ്പിൾ എടുത്ത് ആരംഭിക്കാം. ഇവിടെ നോക്കിക്കേ, ഒരു റെക്റ്റാങ്കിൾ ലെങ്ത് 26 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 5 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് കാണാം. ഏരിയ ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽസ് 26 ഇൻറ്റു 5. എത്ര കിട്ടും? 130 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 130 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. കുറച്ചുകൂടി എളുപ്പത്തില് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. അപ്പൊ 26ന് 20 പ്ലസ് 6 20 ഇൻറ്റു 20 പ്ലസ് 6 ഇത് 5 തന്നെയാണ്. സെന്റിമീറ്റർ. അപ്പൊ നമുക്കിതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഈക്വൽസ് 20 ഇവിടെ 5 20 ഇൻറ്റു 5 പ്ലസ് 6 ഇൻറ്റു 5 20 ഇൻറ്റു 5 ഇവിടെ 5 അല്ലേ, ഇവിടെ 5 ലെങ്ത് 20 ബ്രെഡ്ത്ത് 5 അപ്പൊ 100 എന്ന് കിട്ടും. 6 ഇൻറ്റു 5 30 100 പ്ലസ് 30 130 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? സ്പ്ലിറ്റ് ചെയ്തല്ലേ. കുറച്ചുകൂടി എളുപ്പത്തിൽ ക്രിയ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ചുകൂടി വലിപ്പത്തിലുള്ളൊരു ട്രയാങ്കിള് എടുക്കാം. കുറച്ചുകൂടി വലിപ്പത്തിലുള്ള ട്രയാങ്കിൾ എടുത്ത് ഇതിന്റെ ഏരിയ 26 ഇൻറ്റു 15 ഇപ്പൊ 390 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. പക്ഷെ ഇതിന് കുറച്ചുകൂടി സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. ഇത് 20 നേരത്തെ പോലെ തന്നെ 26. ഇതിന് ബ്രെഡ്ത്ത് 15ന് 10ഉം 5ഉം ആക്കുന്നു. ഇത് 10 ഇത് 5 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ഇതെല്ലാം സെന്റിമീറ്ററിലാണ്. ഇപ്പൊ ഇനി നമുക്ക് കുറച്ചുകൂടി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫിഗറിന്റെ ഏരിയ എന്ന് പറയുന്നത്
ഈ ഫിഗർ ആക്കി 4 ഭാഗമാക്കി. ഈ 4 ഭാഗത്തിന്റെയും കൂടി ഏരിയയുടെ സമ്മാണ് ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈക്വൽ സം ഓഫ് 4 parts area, sum of the areas of 4 rectangles. അപ്പൊ നമുക്ക് ഏരിയ കാണാം. ഏരിയ ഈക്വൽസ് 20 into 10 പ്ലസ് ഇവിടെ എത്ര, ഇവിടെ ആദ്യം വേണേ എഴുതാം 20 into 10, ഇവിടെ 20 into 5, ഇവിടെ 6 into 10 ലെങ്ത് into breadth, 6 into 5 അങ്ങോട്ട് എഴുതാം. 20 into 10 പ്ലസ് 20 into 5, 20 into 10 plus 20 into 5 plus 6 into 10, 6 into 10 plus 6 into 5, 5. That is 20 into 10 plus 20 into 5, 20 into 10 plus 20 into 5 plus 6 into 10 plus 6 into 5. അപ്പോഴേ നമുക്ക് എത്ര തന്നെ കിട്ടും? 390 തന്നെ കിട്ടും. 20 into 10 200, 20 into 5 100, 6 into 10 60, 6 into 5 30. എത്ര കിട്ടും? 200, 300, 90, 60, 90, 30, 90, 390 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം ഇവിടെ നമുക്കൊരു ഐഡന്റിറ്റി കിട്ടും. നമ്മൾ എന്താണ്, ലെങ്തിനെയും സ്പ്ലിറ്റ് ചെയ്തു, ബ്രെഡ്ത്തിനെയും സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. അപ്പം ഇത് എക്സും ഇത് വൈയും ഇത് യുവും ഇത് വി കൊടുത്ത. അപ്പം എക്സ് 10 നമ്മൾ എന്താ കൊടുത്തു? യു. ഇവിടെ എക്സ് വി. ഇതെന്താണ്? 6 എന്ന് പറയുന്നത് എന്താണ്? യു. 10 എന്ന് പറയുന്നത് എന്താണ്? അല്ല, 6 എന്ന് പറയുന്നത് എന്താണ്? വൈ. വൈ യു, വൈ വി. അപ്പൊ നമുക്ക് ഐഡന്റിറ്റി എങ്ങനെ എഴുതാം? നമുക്കപ്പോ ഇവിടെ ഒരു ഐഡന്റിറ്റി കിട്ടും. എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽസ് എക്സ് ഇൻറ്റു യു പ്ലസ് എക്സ് ഇൻറ്റു വി, എക്സ് ഇൻറ്റു യു plus x into v plus y into u plus y into v. അപ്പം x plus y into u plus v equals നമുക്ക് എന്താ കിട്ടുക? x plus y into ഒന്നുകൂടി എഴുതാം, u plus v equals xu plus xv plus yu plus yv. ഇതെല്ലാം എന്താണ്? എക്സും വൈയും യുവും വി എല്ലാം എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കാണാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. 31 into 51. 31 into 51 നമുക്ക് എങ്ങനെ എഴുതാം? 30 plus 1 into 50 plus 1. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? 30 into 50, 30 into 50 plus എന്താണ്? 30 into 1 plus 1 into 50 plus 1 into 1. എത്ര കിട്ടും? 1500 plus 30 plus 50 plus 1 into 1 1. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1530 plus 50 80 81. 1581 എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ വേറൊരു ഐഡന്റിറ്റി കിട്ടും. എന്താണ്? എക്സും വൈയും എന്ന് കൊടുത്താൽ ഇതെന്താ കിട്ടും? നമ്മുടെ ഐഡന്റിറ്റി എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽസ് എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 ദാറ്റ് ഈസ് എക്സ്, വൈ ഇൻറ്റു 1 ദാറ്റ് ഈസ് വൈ പ്ലസ് 1 ഇൻറ്റു 1
അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വേറൊരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽസ് എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ്. ഇനി 1-ന് പകരം 2 ആയാലോ? എന്താ നോക്കാം. ഇനി 32 ഇൻറ്റു 52 നോക്കിക്കേ, എങ്ങനെ എഴുതാം? 30 പ്ലസ് 2 ഇൻറ്റു 50 പ്ലസ് 2. എന്താണ് നേരത്തെ ഐഡന്റി ഉപയോഗിച്ച് തന്നെ എഴുതാം അല്ലേ? 30 ഇൻറ്റു 50 പ്ലസ് 30 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 50 പ്ലസ് 2 സ്ക്വയർ, ദറ്റ് ഈസ് 2 ഇൻറ്റു 2. അപ്പൊ നമുക്ക് എന്താ കിട്ടും? 1500 പ്ലസ് 30 ഇൻറ്റു 2 30 ഇൻറ്റു 2 ഇൻറ്റു 50. 30 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2 ഇതിന് 2 കോമൺ ഫാക്ടർ എടുത്തൂടെ? അപ്പം 2 ഇൻറ്റു 30 പ്ലസ് 50 പ്ലസ് 2 സ്ക്വയർ. അതായത് ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 എന്ന് എഴുതാം ഐഡന്റിറ്റി ആയിട്ട്. എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 ഈക്വൽസ് ഇതെന്താണ്? എക്സ് വൈയുടെ പ്രോഡക്റ്റ് അല്ലേ? എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, ഇത് 2 ഇൻറ്റു സ്ക്വയർ, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2 സ്ക്വയർ. നോക്കിക്കേ, അടുത്ത ഐഡന്റിറ്റി നമുക്ക് കിട്ടി. ഇപ്പൊ 2-ന് പകരം 3-ഓ 4-ഓ ആയാലും നമ്മുടെ ഐഡന്റിറ്റിക്ക് മാറ്റം ഉണ്ടോ? ഇല്ല, ഇത് തന്നെ ആയിരിക്കും. എന്താണ് ഇവിടെ എക്സ് പ്ലസ് 3യും വൈ പ്ലസ് 3 ആണെങ്കിൽ 3 ഇൻറ്റു എക്സ് പ്ലസ് 5, ഇവിടെ 3 സ്ക്വയർ വരും. 5 ആണെങ്കിലോ എക്സ് വൈ പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2 സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഒരു അരയുടെ ഒരു ചോദ്യം ചെയ്യാം, ഹാഫിന്റെ ഒരു ചോദ്യം ചെയ്യാം. 8.5 ഇൻറ്റു 10.5. അപ്പൊ നമുക്ക് 8.5 എങ്ങനെ? 8 പ്ലസ് ഹാഫ് ഇൻറ്റു 10 പ്ലസ് ഹാഫ്. അപ്പം നേരത്തെ നമ്മൾ പഠിച്ച അതേ രീതിയിൽ തന്നെ ചെയ്യാം. എന്താണ്? 8 ഇൻറ്റു 10 8 ഇൻറ്റു 10 എക്സ് ഇൻറ്റു വൈ പ്ലസ് 2-ന് പകരം ഇവിടെ എന്താ? ഹാഫ് ആവുള്ളൂ, അതല്ലേ? ഹാഫ് ഇൻറ്റു 8 പ്ലസ് 10 പ്ലസ് 2 ഇൻറ്റു സ്ക്വയർ, ഇവിടെ ഹാഫ്, ഹാഫ് ഇൻറ്റു സ്ക്വയർ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 ഇൻറ്റു 10 80 പ്ലസ് ഹാഫ് ഇൻറ്റു 10 കിട്ടും 18, കട്ട് ചെയ്യുമ്പോൾ 9 എന്ന് വരും, പ്ലസ് 1/4. 80 പ്ലസ് 9 പ്ലസ് 1/4. 80 പ്ലസ് 9 പ്ലസ് 1/4. ഞാൻ അപ്പുറത്തോട്ട് എഴുതാം. ഈക്വൽസ് 80 പ്ലസ് 9 പ്ലസ് 1/4. 80 പ്ലസ് 9 89 ആൻഡ് 1/4 എന്ന് കിട്ടും. ഈക്വൽസ് 89 ആൻഡ് 1/4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഐഡന്റിറ്റി കിട്ടും. ആ ഐഡന്റിറ്റി നമുക്ക് എഴുതാം. നമ്മുടെ ഐഡന്റിറ്റി എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു വൈ പ്ലസ് ഹാഫ്. എന്താണ്? എക്സ് ഇൻറ്റു വൈ പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഹാഫ് സ്ക്വയർ. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ നാലാമത്തെ ഐഡന്റിറ്റി. എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു വൈ പ്ലസ് ഹാഫ് ഈക്വൽസ് എക്സ് ഇൻറ്റു വൈ, ദറ്റ് ഈസ് എക്സ് വൈ പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. ഇത് ഇനി 1/4 ആണെങ്കിലോ? എക്സ് പ്ലസ് 1/4 ഇൻറ്റു വൈ പ്ലസ് 1/4 ആണെങ്കിലോ? ഇതുപോലെ തന്നെ എക്സ് ഇൻറ്റു വൈ പ്ലസ് 1/4 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 1/4 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ നോക്കാം. പേജ് 64 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ 4 ഐഡന്റിറ്റീസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി, പിന്നെ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1, എക്സ് പ്ലസ് 2 ഇൻറ്റു
y plus 2 x plus half into y plus half. ഓക്കെ, പേജ് നമ്പർ 64 ഒന്നാമത്തെ ചോദ്യം മെന്റലായിട്ട് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ പഠിച്ച 4 ഐഡന്റിറ്റീസ് എന്താ എഴുതിയിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 71 into 91. ഈ 71 നമുക്ക് എങ്ങനെ എഴുതാം? 70 plus 1 into 90 plus 1. ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച x into y. അപ്പൊ 70 into 90 plus 1 ഉണ്ട്. ഇത് രണ്ടും 1 ആയതുകൊണ്ട് ഇവിടെ രണ്ടിടം 1 ആയതുകൊണ്ട് 1 into x plus y. അതായത് 70 into 1 70, 90 into 1 90 plus 1 into 1. എത്ര? 1 into 1 is 1. ഇവിടെ തന്നെ എഴുതാം. ഈക്വൽസ് 6300 plus എത്ര കിട്ടും? 160 plus 1 എത്ര കിട്ടും? 61 കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പം 64 61 6461 കിട്ടും. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം 42 into 62. 42 into 62. നമുക്ക് 40 plus 2 into 60 plus 2 എന്ന് എഴുതാം. ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? 40 plus 2 into 60 plus 2. 40 plus 2 ആദ്യത്തെ ഇതിനെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 40 into 60 ഈക്വൽസ് 40 into 60 plus 2 into 40 plus 60 plus 2 into square. അപ്പോൾ 40 into 60 എത്ര വരും? 2400. 2400 plus 40 plus 60 100. 100 into 2 is 200 എന്ന് കിട്ടും. പ്ലസ് 2 into square 4. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര? 2400 plus 200 604. 2604 എന്ന് കിട്ടും. രണ്ടാമത്തെ ആൻസർ 2000 തന്നെ എഴുതാം. 2604 ഇതാണ് രണ്ടാമത്തെ ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തേലേക്ക് പോകാം. മൂന്നാമത്തത് 10.5 into 6.5. 10.5 നമുക്ക് എങ്ങനെ എഴുതാം? 10 plus half into 6 plus half. ഈ ഐഡന്റിറ്റി. അപ്പം 10 into 6 plus half into x plus y. ഇത് x ഇത് y. അപ്പം 10 plus 6 half into 10 plus 6 plus half into square. എത്ര കിട്ടും? 10 into 6 60 plus half into 10 plus 6 half into 16 plus 1/2 into square 1/4 എന്ന് വരും. ഇവിടെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 8 എന്ന് വരും അല്ലേ? അപ്പം 60 plus 8 plus 1/4 60 plus 8 is 68 and 1/4 എന്ന് കിട്ടും. ഇത് മൂന്നാമത്തെ ആൻസർ. നാലാമത്തെ 9.5 into 3.5. അപ്പൊ 9 plus 0.5 into 3 plus 0.5. എന്താണ്? 9 into 3. ഇതില് ഏത് വേണമെങ്കിലും എടുക്കാം. 9 into 3 plus 0.5 into 9 plus 3. എന്താണ്? ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാണെങ്കിൽ 0.5 into x plus y 9 plus 3 plus 0.5 into square. 9 3 is 27 plus 0.5 into 9 plus 3 എത്രയാണ്? 12 വരും അല്ലേ? പ്ലസ് 0.5 into 0.5. 5 into 5 25 അല്ലേ? ഒന്ന് രണ്ട് പ്ലേസ് ഡെസിമൽ മാറ്റി ഇടുമ്പോൾ 0.25 എന്ന് കിട്ടും. 0.25. ഓക്കെ,
ഇത് 12 5 60. 12 into 5 60. ഒരു പ്ലേസ് ഡെസിമൽ മാറ്റുമ്പോൾ 6 എന്ന് കിട്ടും. 27 പ്ലസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 എന്ന് വരും. പക്ഷെ ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇടുമ്പോൾ 6.0 പ്ലസ് 0.25. അപ്പോൾ 27 പ്ലസ് 6 33 പ്ലസ് 0.25 എന്ന് പറയുമ്പോൾ 33.00 0.25 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 33.25 എന്ന് കിട്ടും. ഇതാണ് നാലാമത്തെ ആൻസർ. ഇനി അഞ്ചാമത്തെ പ്രോബ്ലം. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ നോക്കാം. 5. അഞ്ചാമത്തെ ചോദ്യം. 10 and 1/4 into 6 and 1/4. ഈ ഹാഫ് പോലെ തന്നെ. ഇപ്പൊ എന്താ എഴുതാം? 10 plus 1/4 into 6 plus 1/4. 10 plus 1/4 into 6 plus 1/4 equal 10 into 6 plus 1/4 into 10 plus 6. ഇതേ ഐഡന്റിറ്റി തന്നെ. പ്ലസ് 1/4 into square. 10 into 6 is 60 plus 1/4 into 10 6 16. 4 വെച്ച് കട്ട് ചെയ്ത് വിടും. അപ്പൊ 4 എന്ന് വരും അല്ലേ? 1/4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/16 എന്ന് കിട്ടും. 60 plus 4 60 4 64. 64 and 1/16 എന്ന് കിട്ടും. ഓക്കെ, 64 and 1/16 എന്ന് കിട്ടും. അപ്പൊ 5 പ്രോബ്ലം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. The product of two numbers is 1400. The sum is 81. What is the product of numbers next to each? അപ്പം നമുക്ക് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എക്സും വൈന്നും എടുക്കാം അല്ലേ? ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. അപ്പം ദേ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ ഈക്വൽ 1400 തന്നിട്ടുണ്ട്. പിന്നെ ദേ സം, ഇതിന്റെ രണ്ടിന്റെ സം എക്സ് പ്ലസ് വൈ 81 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ ഇക്വേഷൻ പോലെ എഴുതി. വാട്ട്സ് എ പ്രോഡക്റ്റ് ഓഫ് നമ്പർ നെക്സ്റ്റ് ടു ഈച്ച്? ഇതിന്റെ രണ്ടിന്റെ അടുത്ത നമ്പർ, നെക്സ്റ്റ് നമ്പേഴ്സ്. അപ്പൊ എത്ര? എക്സിന്റെ കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയാണ്? എക്സ് പ്ലസ് 1. വൈയുടെ ആണെങ്കിൽ വൈ പ്ലസ് 1. അപ്പൊ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്, ഓരോന്നിന്റെയും അടുത്തടുത്ത നമ്പേഴ്സ്, നെക്സ്റ്റ് നമ്പേഴ്സ് എക്സ് പ്ലസ് വൈ ആൻഡ് വൈ പ്ലസ്. അതിന്റെ പ്രോഡക്റ്റ് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽസ് നമ്മൾ പഠിച്ച ഐഡന്റിറ്റി എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 അല്ലേ? ഇങ്ങോട്ട് എഴുതാം. എക്സ് വൈ തന്നിട്ടുണ്ട്. എത്ര? 1400 പ്ലസ് എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട് 81 പ്ലസ് 1. 1481 പ്ലസ് 1 82. അപ്പം പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച് ഈസ് 1482 എന്ന് നമുക്ക് കിട്ടും. 1482. അതും കൂടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് next to each equals 1482. ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം. The product of two odd numbers is 621 and their sum is 50. What's the product of odd numbers next to each? Odd numbers ആദ്യം എക്സും വൈ തന്നെ എടുക്കാം. നേരത്തെ let the numbers be x and y.
ഓഡ് നമ്പേഴ്സാ പറയുന്നത്. ഓഡ് നമ്പേഴ്സ് വരുമ്പോ 1, 3, 5 അപ്പൊ 2 വീതം കൂടും അല്ലേ. ദ സം പ്രോഡക്റ്റ് XY ഈക്വൽസ് 621. 621. Their sum x plus y is equal to 50. Product of odd numbers next to each. Odd numbers next to each is 2 വീതം കൂടും. x plus 2 y plus 2. Odd numbers next to each is x plus 2 and y plus 2. അപ്പോൾ x plus 2 into y plus 2 ആണ് നമുക്ക് കാണേണ്ടത്. x plus 2 into y plus 2 equals xy plus പഠിച്ച എന്താണ് ഓർമ്മ ഉണ്ടോ? xy plus 2 into x plus y plus 2 square അല്ലേ. അപ്പം xy x plus y എല്ലാം നമുക്ക് ഉണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങ് കൊടുത്താൽ മതി. ഇവിടെ ഏതാ xy എത്ര? 621 plus 2 into 50 plus 2 square 4. അപ്പം 621 plus 100 plus 4 അപ്പൊ എത്ര വരും? 621 plus 4 625. 625 plus 100 അപ്പൊ എത്ര? 725 എന്ന് കിട്ടും. 725 എന്ന് കിട്ടും. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച് ഈക്വൽസ് 725. ഓക്കെ.